വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രഗ്നന്റ് ആകണമെങ്കിൽ ഒരു കൂട്ടം നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. അതായത് നമ്മുടെ 2 അണ്ഡാശയങ്ങൾ, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്, നമ്മുടെ സെർവിക്സ്, നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ്, നമ്മുടെ വജൈന, ഇങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രഗ്നൻസി അവിടെ സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം പണി മുടക്കി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രഗ്നൻസി ഒന്ന് ഡിലേ ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിനെ എങ്ങനെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരാം എന്നുള്ളൊരു വിഷയത്തെ പറ്റിയാണ് കേട്ടോ. നമുക്ക് 2 ഫലോപ്പിയൻ ട്യൂബാണ് ഉള്ളത്. നമുക്ക് 2 ഓവറീസ് ഉള്ളതുപോലെ തന്നെ 2 ഫലോപ്പിയൻ ട്യൂബും നമുക്കുണ്ട്. നമ്മളുടെ ഓവറിയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നമ്മുടെ അണ്ടത്തിനെ ക്യാച്ച് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സ്പേമുമായിട്ട് കൂടി ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബാണ്. ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് നമ്മുടെ എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആയതിനു ശേഷം ഫലോപ്പിയൻ ട്യൂബ് വഴി തന്നെ യാത്ര ചെയ്തിട്ട് സെൽ ഡിവിഷൻ ഒക്കെ അവിടെ വെച്ച് തന്നെ നടത്തി നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആയിട്ടാണ് അവിടെ പ്രഗ്നൻസി നടക്കുന്നത്. അപ്പോൾ നോർമലി പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ഫലോപ്പിയൻ ട്യൂബ് എത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോണമല്ലോ. ഈ ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനക്ഷമതയെ നമ്മളൊന്ന് ഇൻക്രീസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പലർക്കും അവിടെ പ്രഗ്നൻസി എളുപ്പത്തിൽ പോസിബിൾ ആകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണ്ടം വളരാനായിട്ട് കുറെ മെഡിസിൻസ് എടുക്കുന്നു, എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരാൻ നമ്മൾ മെഡിസിൻ എടുക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാവാനായിട്ട് മെഡിസിൻ എടുക്കുന്നു, വജൈനയുടെ pH ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിസിൻ എടുക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ പല സ്റ്റേജുകളിലും പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യമായിട്ടാണ് ഡോക്ടേഴ്സ് ഒക്കെ ഒന്ന് ട്യൂബ് ടെസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഡോക്ടേഴ്സ് അടുത്തായിട്ട് പറയുന്നത് ട്യൂബ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആയതുകൊണ്ട് പലർക്കും തന്നെ ട്യൂബ് ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോഴേക്കും ഒരു മടിയായിരിക്കും. അങ്ങനെ പോയിട്ട് അടുത്തൊരു ഡോക്ടറെ കാണുന്നു, അവിടെയും ഫലമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാതെ വരുമ്പോഴേക്കും ആ ഡോക്ടർ ട്യൂബ് ടെസ്റ്റ് നമുക്ക് നിർദ്ദേശിക്കുന്നു. അപ്പൊ നമ്മൾ ചിലപ്പോൾ ആ ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നമ്മൾ ട്യൂബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആകും. ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ഒരു പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ദിവസങ്ങളെല്ലാം അവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രായം കൂടുന്നതോറും നമ്മുടെ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യതയ്ക്കും അവിടെ നേരിയൊരു മങ്ങൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിനെ അങ്ങനെ സ്മാർട്ട് ആക്കി കൊണ്ടുവരണം. ഫലോപ്പിയൻ ട്യൂബിനെ സ്മാർട്ട് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും എടുക്കേണ്ടതായിട്ട് വരില്ല. ഫലോപ്പിയൻ ട്യൂബിൽ സ്കാറോ അല്ലെങ്കിൽ ബ്ലോക്കേജോ ഒക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള കുറച്ച് ടിപ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തെ എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി മസാജ് ആണ്. കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള, അതായത് ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ ആവണക്കെണ്ണ എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആവണക്കെണ്ണയിൽ നമ്മൾ ഒരു തുണി മുക്കി വെച്ചിട്ട് ആ തുണി നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന്റെ ഭാഗത്തേക്ക്, അതായത് ഫലോപ്പിയൻ ട്യൂബിന്റെ ഭാഗം എന്ന് പറയുമ്പോഴേക്കും ഏകദേശം നമ്മുടെ അടിവയറിന് തൊട്ട് ഒരു 4 വിരല് മുകളിലോട്ടുള്ള ഒരു ഭാഗം, അതായത് നമ്മുടെ പൊക്കളില് ഒരു 4 വിരല് താഴെയിട്ടുള്ള ഒരു ഭാഗത്ത് നമ്മളൊന്ന് കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തിന് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഭാഗങ്ങളും ഒക്കെ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ആവണക്കെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു ഹോട്ട് പാക്ക് വെച്ചിട്ട് നമ്മളൊന്ന് പിടിച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. കൃത്യമായിട്ടുള്ള രീതിക്ക് ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് അവിടെ വരികയാണെങ്കിൽ ഇത് നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത ഇൻക്രീസ് ചെയ്യുന്നു. ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന്റെ ഭാഗങ്ങളിലോട്ടൊക്കെ കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ അവിടെ സ്കാറും അതുപോലെ ബ്ലോക്കേജും ഉണ്ടാകുന്നതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാസ്റ്റർ ഓയിൽ പാക്ക് വെച്ചിട്ടുള്ള ഫെർട്ടിലിറ്റി മസാജ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ദിജോസ് വേൾഡ് ഫെർട്ടിലിറ്റി മസാജ് കാസ്റ്റർ ഓയിൽ പാക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ആദ്യത്തെ ടിപ്പാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാതെയുള്ള ഫെർട്ടിലിറ്റി മസാജ്. കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാതെയുള്ള ഫെർട്ടിലിറ്റി മസാജ് നിങ്ങളുടെ വയറിന്റെ ഭാഗത്ത്, ഞാൻ ഈ പറഞ്ഞ ആ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾ വയർ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പയ്യെ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അങ്ങോട്ടേക്കുള്ള രക്തയോട്ടത്തിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നതിന് അത് സഹായിക്കുന്നു. നമ്മൾ ഒന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഈ ഒരു രക്തയോട്ടം ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതുപോലെ നമ്മൾ കൃത്യമായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ആ ഓരോ ഭാഗത്തേക്കും എത്തുന്നതിന് ഇത് സഹായിക്കുന്നു. ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത് ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാര്യം ഒരു പ്രോസസ്സ് എളുപ്പമാക്കി തരുന്നു.
മൂന്നാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മലാസന എന്ന് പറയുന്ന ഒരു യോഗ പോസ് ആണ്. ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ദിജോസ് വേൾഡ് മലാസന ഫെർട്ടിലിറ്റി യോഗ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ നോർമൽ ആയിട്ട് ഒരു ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന ഒരു ഗസ്റ്ററിൽ നമ്മൾ ഇരുന്നതിന് ശേഷം കുറച്ചു നേരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമ്മളൊന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ ഇൻക്രീസ് ആകുന്നു. ഈ ബ്ലഡ് സർക്കുലേഷൻ അവിടെ കൂട്ടുന്നതും നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ ഓവറീസ്, നമ്മുടെ ബാക്കിയുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് ഒരുപാട് സഹായിക്കുന്നു. അത്തരത്തിലുള്ള എക്സസൈസുകളും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തൊരു എക്സസൈസ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പോസ് ആണ്. ബട്ടർഫ്ലൈ പോസും എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ദിജോസ് വേൾഡ് ബട്ടർഫ്ലൈ പോസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ, ഏത് പോസിൽ ഇരിക്കണം എന്നുള്ളൊരു വീഡിയോ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സസൈസ് നിങ്ങൾ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഒരുപാട് സഹായിക്കും കേട്ടോ. അടുത്തൊരു എക്സസൈസ് എന്ന് പറയുന്നത് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ആണ്. ലെഗ് അപ്പ് ദ വോൾ എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ കഴിയുന്ന ഒരു ഫെർട്ടിലിറ്റി യോഗയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഏതൊരു സമയത്തും നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സസൈസ് ആണ് ലെഗ് അപ്പ് ദ വോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇരു കാലുകളും ഉയർത്തി ഒരു മതിലിലോട്ട് ചാരി നമ്മൾ വെച്ചിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് എന്ന് പറയുന്നത്. ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ ബ്ലഡ് സർക്കുലേഷൻ അവിടെ കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കേജ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നതിനും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്ന് പറയുമ്പോഴേക്കും കൃത്യമായിട്ടുള്ള അളവിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ആ ഒരു ഉന്മേഷവും ആ ഒരു ക്വാളിറ്റിയും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമ്മൾ അനീമിക് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഡള്ളായി പോകും, നമ്മുടെ മുഖത്ത് വ്യത്യാസം വരും, നമ്മുടെ ശരീരത്തിന് വ്യത്യാസം വരും, ഒരുപാട് സൈഡ് എഫക്ട്സും അതുപോലെ ഒരുപാട് സിംറ്റംസും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പിയും എഫക്റ്റീവും അതുപോലെ നമ്മളുടെ ശരീരത്തിലെ രക്തയോട്ടവും എല്ലാം കൃത്യമായിട്ട് നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും നല്ല രീതിയിൽ നടക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ടും അത് സഹായിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനക്ഷമത അവിടെ കൃത്യമായിട്ട് ഇല്ല എങ്കിൽ, ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കേജോ ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും സ്കാറോ അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അണ്ടവും ബീജവും ജോയിൻ ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അണ്ടവും ബീജവും ജോയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകൾ അവിടെ അനുഭവപ്പെടുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ മൂലം നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത ഒരുപാട് നീങ്ങി അങ്ങ് പോകും. അണ്ടവും ബീജവും പരസ്പരം ചേർന്നിട്ടില്ല എങ്കിൽ വേറെ ഏത് മെഡിസിനുകൾ നിങ്ങൾ എടുത്തിട്ടും അല്ലെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലോ പ്രഗ്നൻസി അവിടെ ആവില്ല. പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് IVF ആണ്. ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനക്ഷമത കൃത്യമായിട്ടില്ലെങ്കിൽ, ബ്ലോക്കേജ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അടുത്തൊരു പ്രോസസ്, അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് IVF ആണ്. അതിലോട്ടൊക്കെ കടക്കുന്നതിന് മുൻപ് നമ്മൾ ഇത്തരത്തിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.